ഹലോ, ഞാൻ ഇന്ന് ഒനിയൻ നമ്മൾ സീഡിൽ നിന്ന് മുളപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒനിയൻ സീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാക്കറ്റിൽ തന്നെ അത് നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്യണം, എത്ര ദിവസം ഹാർവെസ്റ്റ് ചെയ്യാൻ എടുക്കും എന്നുള്ള ഇൻഫോർമേഷനൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഗാർഡൻ സോൺ വരുന്നത് സോൺ 2B ആണ്. അപ്പോൾ മെയ് മിഡൊക്കെയാണ് ഫസ്റ്റ് ഫ്രോസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സീഡ്സ് ഇൻഡോർ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു റെഗുലർ പോട്ടിംഗ് മിക്സ് എടുത്തിട്ടുണ്ട്. അത് പോട്ടിൻ്റെ പകുതി നിറച്ച് കൊടുത്തു. ഇനി ഒരു ചെറിയൊരു ലെയർ ഞാൻ ചകിരിച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കതിന് പകരം പകുതി അളവിൽ ചകിരിച്ചോറും പകുതി മണ്ണും ചേർത്ത് നട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മിക്സ് തയ്യാറാക്കിയെന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സവോളയുടെ വിത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സവോളയുടെ വിത്ത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാണ്. ഇത് ഇങ്ങനെ ചെറിയ കറുത്ത് തരിതരിയായിട്ടിരിക്കുന്ന വിത്താണ്. ഇനി നമുക്ക് ഇത് പോട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. തൈ വലുതായി കഴിയുമ്പോൾ നമ്മൾ മാറ്റി നടുമെന്നുള്ളത് കൊണ്ട് നമുക്കത് കറക്റ്റ് സ്പോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല. വിത്തെല്ലാം പോട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചകിരിച്ചോറ് മിക്സും കൂടെ ഇട്ട് കൊടുത്ത് വിത്തുകളൊക്കെ ഒന്ന് മൂടിയെടുക്കാം. ഇനി നമുക്കൊരു സ്പ്രിങ്ക്ലർ വെച്ച് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കാരണം ഒരുപാട് കുത്തിയൊഴിച്ചാൽ വിത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അത്രയേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന വിൻഡോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഗ്രോ ലൈറ്റിൻ്റെ അടിയിലോ വെച്ചിട്ട് നമുക്കിത് മുളപ്പിച്ചെടുക്കാം. ഇത് ഞാൻ 3 ആഴ്ച മുന്നേ സ്റ്റാർട്ട് ചെയ്ത സീഡ് ട്രേ ആണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ട്രിം ചെയ്ത് കൊടുക്കാം. അങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുമ്പോൾ ഒനിയൻസിൻ്റെ ഫോക്കസ് കൂടുതൽ റൂട്ട് സിസ്റ്റവും സ്റ്റെമ്മൊക്കെ ബെറ്റർ ആക്കാനായിരിക്കും. അപ്പോൾ ഇതിവിടെ ട്രിം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ചൂട്ടിൽ മണ്ണ് കുറവാണെങ്കിൽ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് സ്റ്റഡിയാക്കി നിർത്താം. കഴിഞ്ഞ പ്രാവശ്യം സീഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ എന്നെപ്പോലെ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒനിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നോക്കാം. ഇനി ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും നമുക്ക് നമ്മുടെ വിൻഡോ സൈഡിലോട്ട് മാറ്റി അതിൻ്റെ നെക്സ്റ്റ് ഗ്രോത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സക്സസ് ആയാലും ഫ്ലോപ്പ് ആയാലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.